ഇന്ന് 2 കിലോ ചിക്കനാണ് കറി ഉണ്ടാക്കണത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 3-4 സബോള, തക്കാളി ഇത്തിരി അധികം എടുത്തിട്ടുണ്ട്, ഒരു 5 തക്കാളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക് നമുക്ക് പേസ്റ്റാക്കി ഒന്ന് ചതച്ചെടുത്താലും മതി, ചതച്ചെടുക്കുക. പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ചേർത്തിട്ടാണ് ഞാൻ ചതയ്ക്കുന്നത്. പിന്നെ മല്ലിയില, വേപ്പില. അപ്പോൾ അതാണ് ചെയ്യാൻ പോണത്. തക്കാളി അധികം ഇടുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇത് 2 കിലോനുണ്ട്. ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാനാണ്. അപ്പോൾ ചട്ടി വെച്ച് അതിലൊരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ അത് മതി, ആ വെളിച്ചെണ്ണ മതി. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഇഞ്ചി പച്ചമുളക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അത് ഒരു 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ചെറിയ സ്പൂണോട് ചെയ്യാനാണ് ഞാൻ പലവട്ടം കാണിച്ചത്. അത് അത്ര തന്നെയുള്ളൂ, 2 ടീസ്പൂണുള്ളൂ. അത് ഒന്ന് നന്നായി അതിലിപ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് വേപ്പില അതിട്ടിട്ടൊന്ന് ഇങ്ങനെ മൊരിക്കൊന്നും വേണ്ട, അതങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഇനി പൊടികൾ ഞാൻ കൂടുതൽ കുരുമുളകാണ് ഇതിൽ ചേർക്കുന്നത്. 2 കിലോയ്ക്ക് ഞാൻ ആകെ ചുവന്ന മുളക് ചേർക്കുന്നത് ഒരു ചെറിയ സ്പൂണ് മുളക് പൊടി മാത്രമേ ചേർക്കുള്ളൂ, ബാക്കിയൊക്കെ കുരുമുളകാണ്. അപ്പോൾ അതിലേക്ക് പിന്നെ ഇപ്പോൾ ഇടാൻ പോണത് പെരുംജീരകവും ജീരകവും കൂടി പൊടിച്ചിട്ടുള്ള 1 ടീസ്പൂണ് നല്ലോണം ഉണ്ട്. പെരുംജീരകവും ഉണ്ട്, ജീരകവും ഉണ്ട്, ചെറു ജീരകം. പിന്നെ കുരുമുളക് പൊടി 1 സ്പൂണ്, ഗരം മസാല, ഇത് 3 ഇടണം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലയും കുരുമുളക് പൊടി, ഉപ്പിട്ട് അതൊന്ന് ചാലിച്ചതിന് ശേഷം നമുക്ക് ഈ 2 കിലോ ചിക്കനും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും വെളിച്ചെണ്ണ മതി, ഒരു ഷാലോ ഫ്രൈ പോലെ ചെയ്യാനാണ്. അപ്പോൾ ചട്ടി വലുതായതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. നിങ്ങളുടെ ചെറിയ ചട്ടിയാണെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ഇതേപോലെ ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതിനൊരു ഷാലോ ഫ്രൈ പോലെ ചെയ്യുന്നുള്ളത്. ഈ വെളിച്ചെണ്ണ ഇത്രയും വെളിച്ചെണ്ണ വേണ്ടു. അങ്ങനെ അതിൻ്റെ ഒരു ചെറിയ കളറ് മാറി വരുമ്പോൾ നമ്മൾ അത് കുക്കറിലിട്ട് വേവിക്കാനുള്ളതാണ്. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഫ്രൈയുടെ ചെയ്തതിൻ്റെ ഒരു ഇത് അതിനുണ്ടാവും. ഇളക്കി അങ്ങനെ അതൊന്നൊരു ഷാലോ ഫ്രൈ ആക്കി എടുക്കണം. അല്ലെങ്കിൽ ഒരു പരന്ന ഉരുളി പോലത്തെ ഇതിലാണെങ്കിൽ, എനിക്കിപ്പോൾ ഇത് ചീഞ്ചട്ടി വലിപ്പമുണ്ട്, ഞാൻ ഇളക്കി അതങ്ങനെ ഒരു ഷാലോ ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് വരുമ്പോൾ കാണാം നമുക്ക്. എന്നിട്ട് ഇനിയിപ്പോൾ അത് ഇങ്ങനെ മാത്രമല്ല, നമ്മൾ കുക്കറിലിട്ട് കൂടി വേവിക്കില്ല. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അതങ്ങനെ ആയി വരട്ടെ. ഇപ്പോൾ അത് ഷാലോ ഫ്രൈ അതിൻ്റെ ഇത്രയും ആവുന്നുണ്ട്, ഇതേപോലെ ആവുന്നുണ്ട്. കൂടുതൽ ഇങ്ങനെ മുരിക്കാനല്ല, നമ്മൾ ഒരു ജസ്റ്റ് ഒരു ഫ്രൈ അത് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുക്കർ വെച്ച് അത് ഓണാക്കി അതിൽ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. ഒരു 3 കരണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത്ര ചെറിയ കരണ്ടിയാണ് അത്. 3 കരണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ കിടന്നാണ് ഇനി ഇത് വേവേണ്ടത്. പിന്നെ ആദ്യം തന്നെ വെളിച്ചെണ്ണ ചൂടായ വശം നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. സബോള ഒരു 4 സബോള ഉണ്ടായിരുന്നു, നല്ല നൈസായിട്ട് അരിഞ്ഞത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക.
ഇതിൽ കൂടുതൽ കുരുമുളക് ചേർക്കുക. പിന്നെ ഈ ഷാലോ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ സാധാ കുക്കറിൽ ചിക്കൻ ഇട്ട് വേവിച്ചെടുക്കാറുണ്ട്, അതുപോലെയല്ല. അതുപോലെ തക്കാളി കുറച്ചധികം, സബോള അധികമാണ്, 4 എണ്ണമൊന്നും നമ്മൾ എടുക്കാറില്ല. അപ്പോൾ ഇതിങ്ങനെ ആയി വരുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇതിൽ കിടന്ന്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ അത് മനസ്സിലാവണം. ഇനിയിപ്പോൾ ബാക്കി അതിലുണ്ടായിരുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് വേപ്പില ഉണ്ട് അതിൽ ചതച്ചിട്ടുണ്ട്, അതൊക്കെ കൂടിയിട്ട് അതിലിട്ട് കൊടുത്തിട്ട് അതും കൂടി അതിൽ വഴന്നു വരണം. ഒരു വിധം വഴന്നു വരിക, അതിൻ്റെ പച്ചമണം പോണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അതിശയോക്തി പോലെ തോന്നും, പക്ഷെ നിങ്ങൾ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. കുരുമുളകാണ് കൂടുതൽ ചേർക്കുക. മക്കൾ ചെറുതാവുമ്പോൾ ഇത്തിരി ഒന്ന് കുറച്ചിട്ടാൽ മതി കുരുമുളക് ഇട്ടാൽ. ഇവിടെ ചൊടിയൊക്കെ വേണം എന്നുള്ളവരാണ് ഞങ്ങൾ. അപ്പൂനപ്പം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു സൂത്രം കാണിക്കും, അത് ഇത്തിരിയൊക്കെ ഒന്ന് വെള്ളമൊഴിച്ചൊക്കെ അതിൽ മാറ്റം വരുത്തിയിട്ട് ഞങ്ങൾ കൊടുക്കും. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് അങ്ങനെ എടുത്ത് കൊടുക്കുക. പക്ഷേ ഇതിനൊരു ഭയങ്കര ടേസ്റ്റാണ്. ഇത് അങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ ഒരുവിധമായിട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിലിട്ട് കൊടുക്കുന്നത് മുളക് പൊടി 1 സ്പൂണ്, പിന്നെ മല്ലിപ്പൊടി 2 ടീസ്പൂണുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി 1 അര ടീസ്പൂണ്. അതിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ എനിക്ക് കുരുമുളക് പൊടിയും പെട്ടത് കുരുമുളക് പൊടി, പിന്നെ ഇനി പെരിഞ്ജീരകവും ജീരകവും കൂടി പൊടിച്ചതിടണം ഇട്ട്, പിന്നെ ഗരം മസാല 1 സ്പൂണ്, ഉപ്പ് 1 ലേശിട്ടുണ്ട്. കാരണം നമ്മൾ ചിക്കനിൽ വറക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്, പക്ഷേ ഈ ഗ്രേവിയിലേക്ക് ഉപ്പ് കുറവായിരിക്കും, അപ്പോൾ അതിന് കുറച്ച് ചേർത്തിട്ടുണ്ട്. വേപ്പിലിട്ടു. ഇനി തക്കാളി അങ്ങനെ തന്നെ, അത് നമ്മൾ വഴറ്റൊന്നും വേണ്ട, തക്കാളി അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഈ ഗ്രേവിയിൽ കിടന്നിട്ട് ഈ തക്കാളിയും ചിക്കനും ഒക്കെ കൂടി അങ്ങോട്ട് വേവണം. ഒരടി, ഇപ്പം എൻ്റെ കുക്കറിൽ ഒരടി മതി, പിന്നെ ഞാനത് ഇതാക്കിയിടും അതിൻ്റെ ഇത് കഴിയുന്ന വരെ, അപ്പോൾ അത് മതി. അല്ല കുക്കറിന് എന്തെങ്കിലും ഇതുണ്ടാവും, 2 അടി അതിൻ്റെ ആവശ്യമില്ല, 1 അടിയേ വേണ്ടു. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അത് അടച്ച് വേവിക്കാൻ വയ്ക്കാം. വെന്ത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ വെന്ത് വന്നാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് മല്ലിയില ഇട്ടു. ഭയങ്കര ടേസ്റ്റാണ് ഇതിൻ്റെ ഗ്രേവിയൊക്കെ. നമുക്ക് അപ്പം കൂട്ടി കഴിക്കാനായാലും അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് എന്തിനായാലും, ബിരിയാണിയുടെ കറി ആയാലും ഒക്കെ നമുക്കിത് നല്ല ടേസ്റ്റ്. ഇതിന് പെപ്പറിൻ്റെ ഇത് മുന്നിലേക്ക് നിൽക്കും. നമുക്ക് നല്ല ഗ്രേവിയൊക്കെ നല്ല കുറുതായി നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കുക, വളരെ ടേസ്റ്റിയാണിത്.